ഈ 23-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 6 വാക്യങ്ങളാണ് 23-ാം സങ്കീർത്തനത്തിലുള്ളത്. ഇടയ സങ്കീർത്തനം എന്നാണ് ആ സങ്കീർത്തനത്തെ വിവക്ഷിച്ചിരിക്കുന്നത്. ദാവീദ് തന്നെ നല്ലൊരു ഇടയനായിരുന്നല്ലോ. ദാവീദ് കർത്താവായ യേശു ക്രിസ്തു എന്ന നല്ല ഇടയൻ്റെ നിഴലാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന യേശുവിനെ കുറിച്ച് നാം വായിക്കുന്നു. നല്ല ഇടയനാകുന്ന യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നല്ല ഇടയൻ ആകുന്നു. 7 പ്രസ്താവനകൾ ഞാനുണ്ട്. ഞാൻ എന്ന് യേശു പറഞ്ഞതായ 7 പ്രസ്താവനകൾ, അതിലൊന്നാണ് ഞാൻ നല്ല ഇടയൻ എന്നുള്ളത്. യോഹന്നാൻ 10:11, 14 തുടങ്ങിയ വാക്യങ്ങൾ നാം ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പഠിക്കുമ്പോൾ നല്ല ഇടയനാകുന്ന യേശു തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. അതെ, യേശു കർത്താവ് നല്ല ഇടയനാണ്. ലേഖനകർത്താവ് പത്രോസ് പറയുന്നു, അവൻ വലിയ ഇടയനാണ്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, അവൻ ശ്രേഷ്ഠ ഇടയനാണ്. വലിയ ഇടയനാകുന്ന യേശു, ശ്രേഷ്ഠ ഇടയനാകുന്ന യേശു, അവൻ നല്ല ഇടയനും ആണ്. ആ മെശിഹായുടെ അഥവാ യേശുവിൻ്റെ, നല്ല ഇടയനാകുന്ന കർത്താവായ യേശുവിൻ്റെ ഓരോ അംശവും ഉൾക്കൊണ്ട് എഴുതിയിരിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. യേശു കർത്താവ് എന്ന നല്ല ഇടയൻ എങ്ങനെയാണ് തൻ്റെ ആടുകളുടെ ഇടയിൽ ആയിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഇടയന്മാരുടെ ഏറ്റവും വലിയ അതിപ്രധാനമായ പ്രത്യേകതയാണ് ഷെപ്പേർഡ് ഓൾവേസ് അമംഗ് ദ ഷീപ്പ്. എപ്പോഴും ഇടയൻ ആടുകളുടെ ഇടയിൽ ആയിരിക്കും. ഒരു നല്ല ഇടയൻ്റെ പ്രത്യേകത, അവൻ എപ്പോഴും ആടുകളുടെ ഇടയിൽ ആയിരിക്കും. എന്ന് പറയുമ്പോൾ പേഴ്സണലൈസ് ചെയ്ത വ്യക്തിപരമായി ഞാൻ പറയട്ടെ, ഞാനതിൽ ഭയങ്കര പരാജയ. കാരണം ഞാനൊരു പീപ്പിൾ പേഴ്സൺ അല്ല. എൻ്റെ ബ്രദർ സുജിത്ത് കുറച്ചുകൂടെ പീപ്പിൾ പേഴ്സൺ ആണ്. ഞാനങ്ങനെയല്ല. ഒരു പക്ഷേ 10-11 വയസ്സ് വരെ ഒറ്റ മകനായി ജീവിച്ചത് കൊണ്ടായിരിക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് സിസ്റ്ററും പിന്നെ അതിനുശേഷം സുജിത്തും ഉണ്ടായത്. സോ ആ ഒരു അംശം ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു, ഇന്നും പിന്തുടരുന്നു. ഒരു കുഞ്ഞിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സൈക്കോളജിസ്റ്റുകൾക്ക്, അധ്യാപകർക്ക് ഒക്കെ അറിയാം. അവിടെ ശൈശവപ്രായത്തിലാണ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ കാര്യമാണ് ആൾക്കാരുമായി മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്കിരുന്ന് ദൈവവചനം പഠിക്കുകയും പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാപിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. ആരൊക്കെയോ എന്നോട് ചോദിച്ചു, ഓരോ ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇത്ര ക്വാളിറ്റി മെസ്സേജ് കിട്ടുന്നത്? പലരും പറഞ്ഞു, ഒരാഴ്ച പോലും ഞങ്ങൾക്ക് ഇത്രയും ലഭിക്കാറില്ലല്ലോ. ഞാൻ പറയട്ടെ, ഒരു പീപ്പിൾ പേഴ്സണായി ജനത്തോട് കൂടുതൽ സംസാരിച്ച് ജനത്തിൻ്റെ അടുക്കലേക്ക് വീടാന്തരം കയറി ഇറങ്ങി, ബ്രേക്ക്ഫാസ്റ്റിനൊരു വീട്, ലഞ്ചിന് വേറൊരു വീട്, സ്നാക്സിന് ഉച്ചയ്ക്ക് ശേഷം കോഫിക്കൊരു വീട്, ഡിന്നറിന് വേറൊരു വീടെന്ന് പറഞ്ഞാൽ നോ, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എത്രത്തോളം ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ തക്കോണം കഴിയുമെന്ന്. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്നവർ അവരെ എന്നെക്കാളും ദൈവകൃപയുള്ളവരാണ്. പക്ഷെ ഒരു ഇടയൻ്റെ പ്രത്യേകതയാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു നല്ല ഇടയനാണെങ്കിൽ ഹി വിൽ ബി ഓൾവേസ് കണക്റ്റഡ് വിത്ത് പീപ്പിൾ. അവനെപ്പോഴും ജനത്തോട് സ്തോത്രം കണക്റ്റഡ് ആയിരിക്കും. ജനത്തിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കും. ഷെപ്പേർഡ് അമംഗ് ദ ഷീപ്പ്. ദാവീദ് അങ്ങനെ തന്നെയാ ജീവിച്ചവനാണ്. 1 ശമൂവേൽ 17 തൻ്റെ എക്സ്പീരിയൻസ്, തൻ്റെ അനുഭവ സമ്പത്ത് ശൗൽ രാജാവിനോട് പറയുമ്പോൾ ആടുകളെ ഇടയിലായിരുന്നത് കൊണ്ടാണ് കരടിയിൽ നിന്നും പിന്നെ സിംഹത്തിൽ നിന്നും ആടിനെ വിടുവിപ്പാൻ ദാവീദിന് കഴിഞ്ഞത്. അവൻ നല്ലൊരു ഇടയൻ. അങ്ങനെ ഇടയനായിരുന്നതായ ദാവീദ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ്, അവൻ ദൈവത്തെ ഹൃദയത്തെ കണ്ട് അവൻ പറയുകയാണ്, ഞാൻ ഈ ആടുകൾക്ക്, അപ്പൻ്റെ ആടുകൾക്ക് ഞാൻ ഇടയനായിരിക്കുന്നു.
പക്ഷേ എനിക്ക് എൻ്റെ യാവേ, എൻ്റെ ദൈവം ഇടയനായിരിക്കുന്നു. അപ്പൻ്റെ ആടുകൾക്ക് ഞാൻ ഇടയനായിരിക്കുന്നു, എനിക്ക് എൻ്റെ ദൈവം ഇടയൻ ആയിരിക്കുന്നു. അങ്ങനെ എഴുതിയ 23-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ഏകദേശം 12 പേരുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാ കോമ്പൗണ്ട് നെയിംസും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രധാനപ്പെട്ട കർത്താവിൻ്റെ 12 കോമ്പൗണ്ട് നെയിംസ് ഉണ്ട്, അടിസ്ഥാനപരമായ നാമങ്ങൾ. അവയല്ല എനിക്ക് പറയാനുള്ളത്. ക്രൈസ്റ്റ് സെൻ്റർ ഓർക്കുന്നുണ്ടായിരിക്കാം, അനേക വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ 12 അടിസ്ഥാന നാമങ്ങൾ, പ്രധാന നാമങ്ങൾ 12 ഞായറാഴ്ചകൾ നമ്മൾ സഭായുഗത്തിന് ധ്യാനിക്കുകയും കേൾക്കുകയും പ്രസംഗിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തവരാണ്. എന്നാൽ കർത്താവിൻ്റെ പ്രധാന നാമങ്ങൾ മാത്രമല്ല, ചില നാമങ്ങൾ പ്രധാനപ്പെട്ടതാണ്, വേറെ ചിലതെല്ലാം കോമൺ നെയിംസിൽ ഉൾപ്പെടാത്തതാണ്. എന്നാൽ സങ്കീർത്തനം 23 നമ്മൾ വായിച്ചു വരുമ്പോൾ ഓരോ വരിയിലും ദാവീദ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആ ഗാനം പാടുന്നതായ സമയത്ത് കർത്താവിൻ്റെ ഓരോ നാമം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എത്രയോ ശ്രേഷ്ഠമാണ്. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം എന്നൊക്കെയാണ് പല സങ്കീർത്തനങ്ങളും തലക്കെട്ട് എഴുതിയിരിക്കുന്നത്. ദാവീദാണ് അത് എഴുതിയത്. ആ പാടിയവൻ്റെ പേരിലാണ് ആ എഴുത്തെല്ലാം വന്നിരിക്കുന്നത്. നല്ല കാര്യം. പക്ഷേ അത് പരിശുദ്ധാത്മാവിലാണ് അവൻ പാടിയത് എന്നുള്ളത് കൊണ്ട് അതാരുടേതാണ്? പരിശുദ്ധാത്മാവിൻ്റേതാണ്. ഒരു പ്രസംഗം പറഞ്ഞിട്ട് ഇതെൻ്റെ പ്രസംഗമാണ് എന്നാർക്കും അവകാശപ്പെടാൻ കഴിയത്തില്ല. ഇതെല്ലാം കർത്താവിൻ്റെതാണ്, നമ്മളും കർത്താവിൻ്റെതാണല്ലോ. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം മുതൽ കാണുമ്പോൾ 12 നാമങ്ങൾ. സംഖ്യകൾക്ക് പ്രാധാന്യമുണ്ട്. 12 എന്ന് പറയുന്നത് ദൈവിക അധികാരത്തിൻ്റെ സംഖ്യയാണ്, ദൈവിക ഗവൺമെൻറ്റിൻ്റെ സംഖ്യയാണ് 12. 23-ാം സങ്കീർത്തനത്തിൽ കാണുന്ന കർത്താവിൻ്റെ 12 നാമങ്ങൾ. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം എല്ലാവരും കാണാതെ പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി. യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ, അതിൻ്റെ 1-ാമത്തെ വാക്ക് തന്നെ ഒരു നാമമാണ്. പക്ഷേ ഞാനത് ഈ നോട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലെങ്കിലും യഹോവ എൻ്റെ ഇടയനാകുന്നു. ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അഡോനായ്, എൻ്റെ യജമാനനാണ് എൻ്റെ ദൈവം. എൻ്റെ യജമാനനാണ്, അല്ലെങ്കിൽ എൻ്റെ ഉടമസ്ഥനാണ് എൻ്റെ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. ലോർഡ് അല്ലെങ്കിൽ യജമാനൻ എന്ന് ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായി അബ്രഹാമിൻ്റെ മുൻപിൽ ദൈവം ലോർഡായി, ദൈവം യജമാനനായി വെളിപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഒരു ദിവസം അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് 3 പുരുഷന്മാർ കടന്നു വരികയാണ്. ആ അധ്യായത്തിൽ ദൈവം അവനോട് വാഗ്ദത്തം നൽകുമ്പോൾ, അയ്യോ യജമാനനെ, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അബ്രഹാം ദൈവത്തിൻ്റെ ദൂതന്മാർ എന്നറിയാതെ, ദൈവദൂതന്മാരെന്നറിയാതെ 3 പേരെ സൽക്കരിക്കുന്ന ആ പ്രത്യേക ഭാഗം നിങ്ങൾക്കറിയാം, മമ്രയുടെ തോപ്പിൽ വെച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതനെ അല്ലെങ്കിൽ ദൂതന്മാരെ അവൻ സംബോധന ചെയ്യുന്നതായ ഭാഗമാണ്, അവിടെ സംബോധന ചെയ്യുന്ന ടൈറ്റിലാണ് യജമാനനെ എന്ന്. അഡോനായ്, അഡോനായ്. യഹോവ അഡോനായ് എൻ്റെ ഇടയൻ ആകുന്നു, എൻ്റെ ഇടയൻ ആകുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു. സോ ആ 1-ാമത്തെ വാക്കിൽ തന്നെ എന്ത് കിടപ്പുണ്ട്? കർത്താവിൻ്റെ യഹോവ ടൈറ്റിലുള്ള, യഹോവ തലക്കെട്ടിലുള്ള ഒരു നാമം കിടപ്പുണ്ട്. അത് ഇങ്ങനെയാണ്, യഹോവ റോഹി. യഹോവ റോഹി എന്ന് പറഞ്ഞാൽ ദൈവം എൻ്റെ ഇടയൻ. ദൈവം എൻ്റെ ഇടയൻ, എനിക്ക് മുൻപായി നടക്കുന്ന എൻ്റെ ഇടയനാണ് എൻ്റെ ദൈവം. ഞാൻ പറയട്ടെ, യേശു ആകുന്ന നല്ല ഇടയൻ നിങ്ങൾക്ക് മുൻപായി നടന്നുകൊണ്ടിരിക്കുന്നു. യേശു നിങ്ങൾക്ക് മുൻപായി ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നാളെയിലേക്ക്, മറ്റന്നാളേക്ക്, അടുത്ത ആഴ്ചകളിലേക്ക്, ഭാവിയിലേക്ക് ഒക്കെ കർത്താവ് നിങ്ങൾക്ക് മുൻപായി നടക്കുന്നു. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, യേശു എനിക്ക് മുൻപായി നടന്നാൽ എന്തോ സംഭവിക്കും? യേശു കർത്താവ് നിങ്ങൾക്ക് മുൻപായി നടന്നാൽ ഒരു വാതിലും നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. 45-ാം സങ്കീർത്തനം
1 മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇതാ സൈറസ് അഥവാ കോരേശ് എന്ന അഭിഷിക്തനെ കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചിരിക്കുകയാണ്. കോരേശ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പാണ് യെശയ്യാവ് ഇത് എഴുതിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഐസിയ 45 സ്തോത്രം അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ സ്തോത്രം ദൈവത്തിൻ്റെ ദാസനാകുന്ന കോരേശിനെ നോക്കി, ഞാൻ നിനക്ക് മുൻപായി കടന്നുപോയി ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്രഭിത്തികളെ, ഒരിക്കൽ കൂടെ, ഞാൻ നിനക്ക് മുൻപായി ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഇതാ ബാബേൽ എന്ന് പറയുന്നതായ ഇന്നത്തെ ബാബിലോൺ എന്നറിയപ്പെടുന്ന ആ പട്ടണത്തിലേക്ക് ബാബേൽ രാജ്യത്തെ പരാജയപ്പെടുത്തുവാൻ സൈറസിനെ, കോരേശിനെ ദൈവം എങ്ങനെ നയിക്കുന്നു എന്നാണ് 200 വർഷങ്ങൾക്ക് മുമ്പ്, 2 സെഞ്ചുറികൾക്ക് മുമ്പ്, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചത്. അന്ന് കോരേശിൻ്റെ അപ്പൻ പോലും ജനിച്ചിട്ടില്ല. അവൻ്റെ വലിയപ്പച്ചൻ ജനിച്ചു എന്ന് തന്നെ നമുക്ക് സംശയമാണ്. ആ സമയത്താണ് വാഗ്ദത്തങ്ങളെ വിശ്വസ്തനായ കർത്താവ് പറയുന്നത്, നീ ജനിച്ചിട്ടില്ല, നിന്റെ അപ്പനും ജനിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ ഭാവിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. നിന്റെ ഭാവിയെ ഞാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. നിന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ സകലതും തീരുമാനിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞു. ഇന്നും നിന്നെ നോക്കി ഈ വൈകുന്നേരത്തെ കർത്താവിന് പറയാനുള്ളത്, നിന്റെ ഭാവിയെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് ദുർഭൂതങ്ങളോ മനുഷ്യനോ ഗൂഢാലോചനക്കാരോ ഒന്നുമല്ല. നിന്റെ ഭാവിയിൽ ഓൾറെഡി ഞാൻ ഇറങ്ങി നിൽക്കുകയാണ്. നിന്റെ ഭാവിയെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, അത് ആക്സിഡൻ്റ് അല്ല, രക്തച്ചുരിച്ചലല്ല, ആംബുലൻസ് അല്ല, IC അല്ല, ഓപ്പറേഷൻ അല്ല. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, ആ ഭാവിയുടെ പ്രത്യേകതയാണ് ഒരു വാതിലിനും നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. സംസ്കാരങ്ങളാകട്ടെ, ഭൂഖണ്ഡങ്ങളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, കൾച്ചറുകളാകട്ടെ, there won't be any open door, there won't be any closed doors. ഒരു വാതിലും നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. Absolutely you are going to have a free walk. ഫ്രീ ആയി നീ നടന്നു കയറുവാൻ പോകുന്നു. കോരേശേ, നീ ഫ്രീ ആയി നടന്നു കയറുവാൻ പോകുന്നു. പലരും ആപ്ലിക്കേഷൻ കൊടുത്ത് തട്ടി നിൽക്കുമ്പോൾ, പലരും എംബസികളെ മുൻപിൽ ക്യൂ നിൽക്കുമ്പോൾ, കൗൺസിലേറ്റിന്റെ മുൻപിൽ ക്യൂ നിൽക്കുമ്പോൾ, നീ ക്യൂ നിൽക്കേണ്ടവനല്ല, നീ സമയം കളയേണ്ടവനല്ല. ലോകത്തിൽ പല രാജ്യങ്ങൾ ഈ ദിവസങ്ങളിൽ അടഞ്ഞു കിടക്കുമ്പോൾ, ഭൂഖണ്ഡങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ, കർത്താവ് പറയുന്നു, ദൈവം നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു. ദൈവം നിനക്കായി ഓപ്പൺ ഡോർ, വാതിലുകളെ തുറക്കുവാനായി നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു. കാരണം യഹോവ നിന്റെ ഇടയൻ ആകുന്നു. അടുത്ത വാക്യം, എനിക്ക് മുട്ട് ഉണ്ടാകയില്ല, എനിക്കൊന്നിനും ബുദ്ധിമുട്ട് ഇല്ല. കാരണം ദൈവം എൻ്റെ ഇടയനായതുകൊണ്ട് എനിക്ക് ഒന്നും ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല. വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ദൂത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ കാത്തിരുന്നത്, അംബാസഡർ എന്ന ഒരു ദൂതാണ്. പുതിയ നിയമത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളാകുന്ന ദൈവസഭ. സ്ഥാനാധിപതികൾ, ഞാൻ അടുത്ത ദിവസങ്ങൾ വീണ്ടും നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കും. ആ സ്ഥാനാധിപതികൾ എന്ന ആ പ്രത്യേകതയിൽ, ഒരുവനൊരു രാജ്യത്തിൻ്റെ അംബാസഡർ ആയാൽ അവന് കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും അവനാവശ്യമുള്ള സകലതും ആ സ്ഥാനാധിപതിയായി അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജ്യം അവന് വേണ്ടി കരുതും. ഒരുപക്ഷെ ഇന്ത്യ സ്ഥാനാധിപതിയായി അഥവാ അംബാസഡറായി ഒരുവനെ ഏതേലും രാജ്യത്തേക്ക് അയച്ചാൽ അത് ഈ മനോഹരമായ രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഞാൻ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. അല്ലാതെ നീ മറ്റേ രാജ്യത്തിൽ പോയി, ഞാൻ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്നവനാണ്, എനിക്ക് വെള്ളം തരുമോ, എനിക്ക് ആഹാരം തരുമോ, എനിക്ക് കിടപ്പാടം തരുമോ എന്ന് നീ കൈനീട്ടി നിൽക്കുവാൻ ഈ രാജ്യം സമ്മതിക്കയില്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലത്രേ. ആ നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട് ഭൂമിയിൽ ദൈവം നിന്നെ അംബാസഡറായി നിയമിച്ചിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ച് നാളെ മരിക്കുവാൻ പോകുന്ന എണ്ണിത്തരുന്ന മനുഷ്യന്റെ മുൻപിൽ നീ കൈനീട്ടി നിൽപ്പാൻ എണ്ണാതെ നൽകുന്നവനായ ദൈവം സമ്മതിക്കയില്ല. മനുഷ്യൻ എണ്ണിത്തരും, ദൈവം എണ്ണാതെ തരും. മനുഷ്യൻ അളന്നു തരും, ദൈവം അളക്കാതെ തരും.
അമർത്തി കുരുക്കി കവിഞ്ഞു വരുന്ന വിലയേറിയ അളവിൽ നിനക്ക് പോലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം അളന്നു നൽകുന്നവനായ ദൈവം നിന്റെ ഇടയനാകുന്നു. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ദൈവം എൻ്റെ ഇടയനാകുന്നു. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അതാണ് ദൈവത്തിൻ്റെ രണ്ടാമത്തെ പേര്, ബുദ്ധിമുട്ട് വരുത്താത്ത ദൈവം. എന്തായിരിക്കും ആ പേര്? യഹോവ ഈരെ. യഹോവ ഈരെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് യഹോവ ജായർ, യഹോവ ഇരേ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അബ്രഹാം തൻ്റെ കുഞ്ഞിനെയും, അതായത് അബ്രഹാം തൻ്റെ ഏകദേശം 33 വയസ്സ് അറൗണ്ട് പ്രായമുള്ളതായി ഇസഹാക്കിനെയും കൊണ്ട് മോര്യാമലയിലേക്ക് യാഗം കഴിപ്പാൻ വേണ്ടി കടന്നു പോകുമ്പോൾ, ഈ മകനെ യാഗം കഴിപ്പാൻ വേണ്ടി കടന്നു പോകുമ്പോൾ, നമുക്കെല്ലാവർക്കും അറിയാം ആ ഭാഗം. ഇസഹാക്കിന് പകരം മറ്റൊരു ആടിനെ ദൈവം ആ സ്ഥലത്ത് കരുതി. ഇസഹാക്ക് ചാരമായില്ല, ഇസഹാക്ക് കൊല്ലപ്പെട്ടില്ല. അവന് പകരം മറ്റൊരു ആടിനെ ദൈവം അവിടെ കരുതിയിരുന്നു. അങ്ങനെ ആ കരുതൽ അനുഭവിച്ചു കഴിഞ്ഞിട്ട് അബ്രഹാം ആ കരുതൽ വെളിപ്പെട്ടതായ സ്ഥലത്തിന് പേരിടുന്നു. ഉൽപ്പത്തി 22-14. സ്തോത്രം. യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളാം. അതാണ് ആ താഴ്വരയിലൂടെ കയറുമ്പോൾ അബ്രഹാം, സീനിയർ വിശ്വാസി അബ്രഹാം ജൂനിയർ വിശ്വാസി അബ്രഹാമിനോട് പറഞ്ഞത്, യാഗം നിനക്കല്ല, യാഗം എനിക്കല്ല, യാഗം ദൈവത്തിനത്രേ, ദൈവം കരുതിക്കൊള്ളും. ജീവിതം നിങ്ങൾക്കല്ല, ജീവിതം എനിക്കല്ല, ഒരേ ഒരു ജീവിതം, അത് ദൈവത്തിനത്രേ, ദൈവം കരുതിക്കൊള്ളും. കുടിക്കുന്ന ആ വെള്ളം, കഴിക്കുന്ന ആഹാരം, കിടക്കുന്ന ഇടം, പാർക്കുന്ന സ്ഥലം, സഞ്ചരിക്കുന്ന വാഹനം, എത്തിച്ചേരേണ്ട സകല കാര്യങ്ങൾ, സകലതും യഹോവ ഇരേ. നീ അത് തൊട്ടിട്ടില്ല, നീ അതിൽ പ്രവേശിച്ചിട്ടില്ല, നീ അത് കണ്ടിട്ടില്ല. പക്ഷേ നിന്റെ നാളേക്ക് വേണ്ടി കരുതുന്നവനായ കർത്താവ് അത് കണ്ടു കഴിഞ്ഞു. ദൈവം നിങ്ങൾക്കായി കരുതുന്നവനാണ്. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. അതെ, ദൈവം നിങ്ങൾക്കായി കരുതുന്നു. 23-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ ദൈവത്തിൻ്റെ പേരാണ്, സ്തോത്രം, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, ദൈവം എനിക്കായി കരുതുന്നു. അടുത്ത വാക്യത്തിലേക്ക് വന്നാട്ടെ. 2-ാം വാക്യം, പച്ചയായ പുൽപ്പുറത്തിൽ അവൻ എന്നെ കിടത്തുന്നു. തിരമാല അടിക്കുന്ന സുനാമിയെ കയറി വരുന്ന വെള്ളമല്ല, പിന്നെയോ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. പച്ചയും സ്വസ്ഥതയും, പച്ചയായ പുല്ലും സ്വസ്ഥതയുള്ള വെള്ളവും, പച്ചയായ പുല്ലും സ്വസ്ഥതയുള്ള വെള്ളവും. ഇന്ന് പലർക്കും പച്ചയുണ്ട്, വെള്ളവുമുണ്ട്, ആ ഇടയ്ക്കുള്ള സ്വസ്ഥതയില്ല. പാർക്കുന്നത് വലിയ വീടുകളിലാണ്, നല്ല സമ്പാദ്യങ്ങളുണ്ട്, പക്ഷേ സ്വസ്ഥതകളില്ല. ക്രൈസ്തവരിലുള്ള ചില വിലപ്പെട്ട ദൈവമക്കൾ നോക്കി കൂടെ ഞാൻ പറയും, നിങ്ങൾ പ്രശ്നങ്ങളിലല്ല ജീവിക്കേണ്ടത്, നിങ്ങൾ പ്രോബ്ലംസിലല്ല ജീവിക്കേണ്ടത്, തിരമാലകളല്ല ജീവിക്കേണ്ടത്. ടർബുലൻസ് എന്ന് പറയും. ടർബുലൻസിൽ പോകുന്ന ഒരു വിമാനത്തിൽ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പേടിച്ചിരിക്കും, താഴെ പോകുമോ എന്ന് പേടിച്ചിരിക്കും. നിങ്ങൾ ടർബുലൻസിലല്ല ജീവിക്കേണ്ടത്, തിരമാലകളല്ല ജീവിക്കേണ്ടത്. പകരം നിങ്ങൾ ജീവിക്കേണ്ടത് സ്വസ്ഥതയിലാണ് ജീവിക്കേണ്ടത്. പച്ചയായ പുൽപ്പുറം, ദൈവത്തിൻ്റെ പ്രോസ്പെരിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ സമൃദ്ധി ഏതേലും വഴിക്ക് ജോലിയായി, സമ്പത്തായി, ഭവനമായി ഒക്കെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക സ്വസ്ഥത നിങ്ങളുടെ മേൽ കടന്നു വരട്ടെ. അസ്വസ്ഥതയുടെ മറ്റൊരു പേരാണ് സമാധാനം. സമാധാനം. എല്ലാവരും പറഞ്ഞാട്ടെ, എന്താണ് സമാധാനം? ദൈവം സമാധാനത്തിൻ്റെ പേരാണ്. ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ആ സമാധാനത്തിൽ ദൈവത്തിൻ്റെ ഒരു ടൈറ്റിലുണ്ട്, യഹോവ ഷാലോം. യഹോവ ഷാലോം എന്ന് എഴുതിയിരിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഗിദെയോന്റെ കാലത്താണ് അത് വെളിപ്പെട്ടത്. ഗിദെയോന്റെ കാലത്ത് ഇതാ, സ്തോത്രം, ഗിദെയോൻ യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠം പണിതിട്ട് അതിന് ഒരു പേരിട്ടു. അത് ഇന്ന് വരെയും അബിയേസ്യർക്കുള്ള ഒഫ്രയിലുണ്ട് എന്ന് തിരുവചനം പറയുന്നു. ആ യാഗപീഠത്തിൻ്റെ
പേരാണ് 23-ാം വാക്യം. സ്തോത്രം. അത് 24-ാം വാക്യം. ഗിദിയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ഷാലോം എന്ന് പേരിട്ടു. താങ്ക് യു. യഹോവ ഷാലോം എന്ന് പേരിട്ടു. ദൈവം സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം. ഒരു യുദ്ധത്തിൻ്റെ സമയത്താണ് ഈ പേര് ഗിദിയോൻ വിളിക്കുന്നത്. ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രോബ്ലമാറ്റിക് ടൈമിലാണ് സ്തോത്രം ഗിദിയോൻ ഈ പേര് ഇടുന്നത്. അല്ലാതെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാ ശത്രുക്കളെയും അടക്കി എല്ലാവരെയും ഓടിച്ച് എല്ലാം സമാധാനമൊക്കെ ആയി തീർന്നു കഴിഞ്ഞിട്ടല്ല അവൻ വിളിച്ചത്. ഭാവിയിലേക്ക് ഉറ്റുനോക്കി ഇന്നേ ആരാധിക്കുന്നവൻ, യാഗപീഠം ഉണ്ടാക്കുന്നവൻ ഇന്നേ പ്രഖ്യാപിച്ചു പറയുന്നു, ഇനി മേലാൽ എനിക്ക് യുദ്ധം വേണ്ട, ഇനി മേലാൽ എനിക്ക് കണ്ണുനീരും പ്രശ്നങ്ങളും ജീവിക്കണ്ട. പക്ഷെ ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ശാലോം ഞാൻ അനുഭവിക്കട്ടെ, സമാധാനം. മധ്യപൂർവ്വദേശത്ത് കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ നടുവിൽ ഏറ്റവും കൂടുതൽ പരസ്പരം പറഞ്ഞ് അവരെ ഗ്രീറ്റ് ചെയ്യുന്ന, വന്ദനം ചൊല്ലുന്ന ഒരു പദമാണ് ഷാലോം, സമാധാനം. ഷാലോം, യെരൂശലേം എന്ന് പറഞ്ഞാൽ സമാധാന പട്ടണം എന്നാണ് അർത്ഥം. എന്നാൽ സമാധാന പട്ടണം എന്ന യെരൂശലേമിൽ സമാധാനമുണ്ടോ? ഈ ദൂത് പറയുന്നതിന് 3 ദിവസം മുമ്പ് ഏകദേശം 18-ലധികം റോക്കറ്റുകളാണ് യെരൂശലേം പട്ടണത്തിനരികിൽ ഹമാസ് ഷൂട്ട് ചെയ്തത്. മിക്കവാറും ദിവസങ്ങളിൽ ടെൻഷനാണ്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ യുദ്ധം കണ്ടത് ലോസ് ഏഞ്ചൽസിലോ, ന്യൂയോർക്കിലോ, ടോക്കിയോയിലോ, സിംഗപ്പൂരിലോ, നാഗസാക്കിയിലോ, ഹിരോഷിമയിലോ അല്ല. ഏറ്റവും കൂടുതൽ ഭൂപ്പരപ്പിൽ യുദ്ധം കണ്ടത് സമാധാന പട്ടണം എന്നർത്ഥം വരുന്നതായ യെരൂശലേമിലാണ്. അർത്ഥം ഏറ്റവും അധികമായി നിങ്ങൾക്ക് പ്രശ്നവും വെല്ലുവിളിയും ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ നടുവിലും ജീവിതത്തിൻ്റെ മറ്റൊരു ഘട്ടം കൂടെ, ജീവിതത്തിൻ്റെ മറ്റൊരധ്യായം കൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ നൽകുന്നു. പച്ചയായ പുൽപ്പുറത്തിലേക്ക്, സ്വസ്ഥമേറിയ വെള്ളത്തിനരികിലേക്ക് അവൻ നിങ്ങളെ നടത്തുകയാണ്. 23-ാം സങ്കീർത്തനം. പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുടെ വെള്ളം. എല്ലാവരും പറഞ്ഞാട്ടെ, പച്ചയായ പുൽപ്പുറം, സ്വസ്ഥമേറിയ വെള്ളം. കലങ്ങിയ വെള്ളമല്ല, ഒരു പച്ചയായ പുൽപ്പുറവും സ്വസ്ഥതയുടെ വെള്ളവും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഒരു പച്ചയും ഒരു സ്വസ്ഥതയും. കാരണം ദൈവത്തിൻ്റെ പേര് യഹോവ ഷാലോം. അടുത്ത വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹി റിസ്റ്റോർ മൈ സോൾ. അവൻ എൻ്റെ മനസ്സിനെ തണുപ്പിക്കുന്നു, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ റിസ്റ്റോർ ചെയ്യുന്നു. അർത്ഥം നമ്മുടെ പ്രാണനെ തണുപ്പിപ്പാൻ, നമ്മുടെ പ്രാണനെ ആശ്വസിപ്പിപ്പാൻ സൗഖ്യദായകനാകുന്ന കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഏതെങ്കിലും MBBSോ MBBSോ MDയോ മറ്റോ ഒക്കെ ഉള്ളതായ ഡോക്ടർമാർക്ക് നമ്മെ നോക്കുവാൻ കഴിയും, അല്ലേ? നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള പല ഡോക്ടർമാർക്ക് അതിനെ കാണുവാൻ, നോക്കുവാൻ, മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ നമ്മുടെ സോളിന്, നമ്മുടെ പ്രാണന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, അഥവാ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, മനസ്സിനത്ര ഭാരമുണ്ടെന്ന് കണ്ടുപിടിപ്പാൻ എക്സ്റേക്ക് കഴിയത്തില്ല. മനസ്സിനെന്തോ പ്രയാസങ്ങളുണ്ടെന്ന് കണ്ടുപിടിപ്പാൻ സ്കാനിങ് മെഷീന് കഴിയത്തില്ല. ഒരു മനുഷ്യനും നിങ്ങളുടെ മനസ്സ് കാണുവാൻ കഴിയത്തില്ല. പുറമേ ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് ശിഥിലമായിരിക്കാം, ഉടഞ്ഞ ഹൃദയങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് സൗഖ്യദായകനായ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ തകർന്ന ഹൃദയങ്ങളെ അഥവാ മനസ്സിനെ സൗഖ്യമാക്കും. 103-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. 103:3 അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. എന്നാൽ 147-ാം സങ്കീർത്തനത്തിൽ രോഗങ്ങളെ 103-ാം സങ്കീർത്തനത്തിൽ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ കർത്താവ് 147-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങളുടെ പ്രാണനെ സൗഖ്യമാക്കും എന്ന് കർത്താവ് പറഞ്ഞു. യെസ്, 147-ാം സങ്കീർത്തനവും 3-ാം വാക്യത്തിൽ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ മുറിവുണ്ടോ സഹോദരങ്ങളെ?
ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സുകളെ ശിഥിലമാക്കിയോ? നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുന്നു. മുറിവല്ല, തകർന്നിരിക്കുന്നു. മുറിവുണ്ടെങ്കിൽ എളുപ്പമാണല്ലേ? പക്ഷെ അത് തകർന്നു പോയാൽ എന്തു ചെയ്യും? ആ തകർന്നതിനെ സ്തോത്രം നേരെയാക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവ്. അതിനർത്ഥം സ്തോത്രം എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ 23-ാം സങ്കീർത്തനത്തിൽ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നുവെന്ന് ദാവീദ് ആ എബ്രായ പദങ്ങൾ ചേർത്ത് വെച്ച് എഴുതുമ്പോൾ അവനറിയാം എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നവൻ്റെ പേരാണ് യഹോവ റാഫ. എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നവനാണ് ആര്? എന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം എങ്ങനെ പറയുന്നു? ഐ ആം ദ ലോർഡ് ദാറ്റ് ഹീലർ thee. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കുന്നവനാണ് ദൈവം. കർത്താവിൻ്റെ മറ്റൊരു പേരാണ് 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്, അവൻ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അടുത്ത സെന്റൻസ് നോക്കിയേ, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. ദൈവം എന്നെ നടത്തുന്നതായ പാതകൾ നീതിപാതകളാണ്. ദൈവം എന്നെ നടത്തുകയാണ്. എൻ്റെ ഇടയൻ എൻ്റെ മുൻപിൽ പോകുന്നു, ഇടയൻ്റെ പിന്നാലെ ഞാൻ പോകുകയാണ്. ഇടയൻ എന്നെ നയിക്കുമ്പോൾ ഇടയൻ അനീതിയുടെ പാതയിലല്ല എന്നെ നടത്തുന്നത്. ലോകത്തിൻ്റെ രാജാക്കന്മാരും നേതാക്കന്മാരും തങ്ങളുടെ അണികളെ, തങ്ങളുടെ പ്രജകളെ പലപ്പോഴും അനീതിയുടെ പാതയിലൂടെ നടത്താറുണ്ട്. വഴി ഏതായാലും ലക്ഷ്യത്തിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് അനീതികളുടെ പാതകളിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ കർത്താവ് ഏതേലും പാതകളിലൂടെയല്ല നടത്തുന്നത്, നീതിയുടെ പാതയിലൂടെ നടത്തുന്നു. കോശി തലക്കൽ എന്ന് പേരുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രൊഫസറുണ്ട്. പറഞ്ഞപ്പോൾ തന്നെ സുഹിത്തന്നെ നോക്കി. എന്നെക്കാളും ആ ഫാമിലിയുമായിട്ട് ഏറ്റവും കൂടുതൽ സുഹിത്തിനാണ് ബന്ധമുള്ളത്. അദ്ദേഹം എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാനമുണ്ട്. ഒരുപക്ഷെ മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഞാൻ മാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഗാനങ്ങളിലൊന്നാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഗാനമാണ് നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ. ആ ഗാനം നല്ലതാണ്, അമേസിങ്. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാടിയ ഗാനങ്ങളിലൊന്നായിരിക്കും അത്. ഇത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള യോഗങ്ങളെ അദ്ദേഹം പാടിയ മറ്റൊരു പാട്ട് ഇതിനേക്കാളും നല്ല ഗാനമാണ്. ഈ നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ എന്നതിനേക്കാൾ മറ്റൊരു ഗാനമുണ്ട്. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ആ ഗാനം ഇതാണ്: ദൈവം നടത്തും വഴികൾ മാത്രമാണെൻ്റെ വഴിയറിയുന്നു ഞാൻ, ലോകം നടത്തും പാതയിലൊളിച്ചിരിക്കുന്ന ചതിയറിയുന്നു ഞാൻ. ലോകം നടത്തുന്നത് ചതിയിലാണ്, എന്നാൽ യേശു നടത്തുന്നത് തിരുനാമം നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. നീതിപാതകൾ നടത്തുന്നു. നീതിമാന ദൈവം ഒരു കാരണവശാലും അനീതിയുടെ പാതയിലൂടെ നമ്മളെ നയിക്കത്തില്ല. നീതിമാനായ ദൈവം നീതിയുടെ പാതയിലൂടെ മാത്രമേ നമ്മെ നയിക്കത്തുള്ളൂ. ആരോ പറയുന്നു, ആരും എനിക്ക് നീതി തന്നില്ല ബ്രദർ, ഞാൻ അർഹിച്ചതായ നീതി ആരും എനിക്ക് തന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് നീതി വരുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ അല്ല, സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നാണ് നീതി കടന്നു വരുന്നത്. അവന്റെ പേര് യഹോവ തിസ്കനു. ഒരു സാറും ഒരു മാഡമും നിങ്ങൾക്ക് നീതി തരത്തില്ല. നിങ്ങൾക്ക് നീതി വരുന്നത് ദൈവത്തിൽ നിന്ന് മാത്രമേ നീതി വരത്തുള്ളൂ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 6-ാം വാക്യത്തിൽ യഹോവ തിസ്കനു അഥവാ ദൈവം നീതിയായവനെന്ന് യിരെമ്യാവ് ഇതാ സ്തോത്രം പറയുകയാണ്. 23:6 യിരെമ്യാ പ്രവചനം വായിക്കുമ്പോൾ യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യേശു കർത്താവിനെ കുറിച്ച്, മെസ്സിഹായെ കുറിച്ച് സ്തോത്രം യിരെമ്യാവ് പറയുകയാണ്. യഹോവ നമ്മുടെ നീതി. അതേ, യേശു നീതിമാനാണ്. അവൻ നീതിമാനെന്ന് പിലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു. യേശു നീതിമാനാണ്. മാത്രമല്ല എബ്രായ ലേഖനം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ
യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ നീതിയുടെ രാജാവ്. മനുഷ്യൻ നീതി തന്നില്ലയോ? യേശു നീതിയുടെ രാജാവ്. മനുഷ്യൻ അനീതിയാണോ നിങ്ങൾക്ക് തിരികെ തന്നത്? യേശു നീതിയുടെ രാജാവ്. അനീതി തന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ തകർത്തവരുടെ മുമ്പിൽ, അനീതി തന്ന നിങ്ങളെ ഉടച്ചു കളഞ്ഞവരുടെ നടുവിൽ അവരെല്ലാവരും അമ്പരക്കത്തക്ക ക്രമത്തിൽ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുവാൻ പോകുന്നു. ഹി ഈസ് യുവർ റൈറ്റിയസ്നെസ്. അവൻ നീതിയുള്ള പാതയിൽ എന്നെ നടത്തുന്നു. വീണ്ടും അടുത്ത വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, കൂരിരുടെ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. താഴ്വരകൾ പലതാണ്. അതിലൊരു താഴ്വരയാണ് മരണ ഇരുളിൻ താഴ്വര, ദ വാലി ഓഫ് ഷാഡോ ഡെത്ത്, മരണ ഇരുളിൻ താഴ്വര. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മനിയിലേക്ക് അമേരിക്കൻ സൈന്യം ഇരച്ചു കയറുന്ന ആ പ്രത്യേക ഭാഗത്ത് വലിയ വനമുണ്ടായിരുന്നു, വലിയ കാടായിരുന്നു. ഒരു താഴ്വരയിൽ ആയിരക്കണക്കിന് പടയാളികൾ ഇരുവശത്തും മരിച്ചു വീണു. ആ താഴ്വരയെ അവർ വിളിച്ച പേരാണ് ഡെത്ത് വാലി, മരണ താഴ്വര. ഇവിടെ ഇതാ അമേരിക്കൻ സൈന്യം മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ നിരാശയുടെ താഴ്വരയിലൂടെ കടന്നു പോകേണ്ടി വരും. അതുപോലെ മരണത്തിൻ്റെ താഴ്വരയിലും കടന്നു പോകേണ്ടി വരും. എന്നാൽ ഏത് താഴ്വരകളിലൂടെ കടന്നു പോയാലും നിങ്ങൾ ഒറ്റയ്ക്കല്ല ആ താഴ്വരകളിലൂടെ കടന്നു പോകുന്നത്. ജീവിതത്തിൻ്റെ മേടുകളിൽ, ജയത്തിൻ്റെ മേടുകളിൽ നിൽക്കുമ്പോൾ, ജയത്തിൻ്റെ വിക്ടറി പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നിങ്ങളെ നോക്കി കൈയടിപ്പാൻ ധാരാളം ഫാൻസ് ഉണ്ടായിരിക്കും. അനേകം ഫാൻസ് നിങ്ങളുടെ നല്ലൊരു ദൂത് പറഞ്ഞാൽ, നിങ്ങളെ ദൈവം ശക്തമായി ഉപയോഗിച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കരമായി പൈസയും വരുമാനവും ആരോഗ്യവും സൗന്ദര്യവും വിദ്യാഭ്യാസവും പ്രമോഷനും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിക്ടറി സ്റ്റാൻഡിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ട് കൈയടിപ്പാൻ ഒത്തിരി ഫാൻസ് ഉണ്ടായിരിക്കും. പക്ഷേ താഴ്വരകളിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിലുള്ള ആരുമില്ലാതിരിക്കെ നിങ്ങൾ ഒറ്റയ്ക്കാകത്തില്ല. അതെങ്ങനെയാ ശരിയാന്നേ? ലോകത്തുള്ള ആരുമില്ല എന്നാണല്ലോ പറഞ്ഞേ. പിന്നെ എങ്ങനെയാ ഒറ്റയ്ക്കാകത്തില്ല എന്ന് പറഞ്ഞേ? ലോകത്തിലുള്ള എല്ലാവരും അകലുമ്പോൾ ഒരുവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവൻ്റെ പേരാണ് ഇമ്മാനുവേൽ. യെശയ്യാ 7:14, മത്തായി 1:22. അവൻ്റെ പേര് ഇമ്മാനുവേൽ. അർത്ഥം ഗാഡ് ഈസ് വിത്ത് us. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ദൈവം ഈ സന്ധ്യാസമയത്തും നിങ്ങളോട് കൂടെയുണ്ട്. അതാണ് ദൈവത്തിൻ്റെ മറ്റൊരു പേര്. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ ഇമ്മാനുവേലേ. ഈ പാൻഡമിക് കണ്ടീഷനിലും അവിടുന്ന് എന്നോട് കൂടെയുണ്ട്. ലക്ഷക്കണക്കിന് ജനം രോഗത്തിൽ അകപ്പെട്ട് ഈ ദിവസങ്ങൾ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവിടുന്ന് എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എസെക്കിയേൽ 48:35 യഹോവ ടൈറ്റലിൽ മറ്റൊരു പേര് അവിടെ വെളിപ്പെടുന്നു. അതിൻ്റെ പേരാണ് യഹോവ ഷമ. ദൈവം നിങ്ങളോട് കൂടെ, യഹോവ ഷമ. ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ താഴ്വരകളിലും ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നു. പിന്നെ അടുത്ത വാക്ക് നോക്കുമ്പോൾ, മരണ ഇരുടൻ താഴ്വരയിലൂടെ ഞാൻ കടക്കുമ്പോൾ നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥമാണ് നിന്റെ വടിയും കോലും എന്നെ സഹായിക്കുന്നു. എങ്ങനെയാണ് ഈ ആടിന് പറവാൻ കഴിയുന്നത്? നിന്റെ വടിയും കോലും എന്നെ സഹായിക്കുന്നു എന്ന് പറയുന്നത്. വടി എന്ന് പറഞ്ഞാൽ പഴയ അപ്പച്ചന്മാർ കൊണ്ട് നടക്കുന്ന പഴയ ഒരു കാലൻ കൊടയുണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത്. ആ കാലൻ കൊടയുടെ ഒരറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കും. നമ്മൾ മലയാള ഭാഷയിൽ ചില വള്ളികൾ ഇടുന്നത് പോലെ, അതെ, അതിങ്ങനെ സ്തോത്രം വളഞ്ഞിരിക്കും. ഇടയൻ്റെ കയ്യിൽ ആ വടിയുണ്ട്, പിന്നെ നീളം കുറഞ്ഞ ഒരു കോലുമുണ്ട്. ആട് കുസൃതി കാണിച്ച്
നടക്കേണ്ടുന്ന വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുമ്പോൾ കോല് കൊണ്ട് ഒരു തട്ടോ ഒരു കൊട്ടോ കൊടുത്ത് അത് നടക്കേണ്ടുന്നുള്ള വഴിയിൽ നിർദ്ദിഷ്ട പാതയിൽ നടത്തും. അതിനാണ് കോല്. കോലിൻ്റെ ശിക്ഷ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടിയിട്ടില്ലേ? അതിൻ്റെ പേരാണ് ബാലശിക്ഷ. എബ്രായർ 12 പറയുന്നു, 7-ാം വാക്യം, ആത്മാക്കളുടെ പിതാവ് ബാലശിക്ഷ തരുന്നു. എന്തിനു വേണ്ടി? ആത്മാക്കളുടെ പിതാവ് ബാലശിക്ഷ തരുന്നത് ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ, ആത്മീയ രക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ. അതിൻ്റെ പേരാണ് കോല്. എന്നാൽ വടിയുടെ പ്രത്യേകത, കോല് ചെറുതാണ്, വടി നീളമുള്ളതാണ്. കോല് ചെറുതാണ്, വടി നീളമുള്ളതാണ്. കോലാണ് ചെറുത്, വടിയാണ് നീളം. ചില പാസ്റ്റർമാരുടെ കയ്യിൽ വടിയാണ് നീളം, കോല് ചെറുതാണ്. എന്നാൽ നല്ല ഇടയനാകുന്ന യേശുവിൻ്റെ കയ്യിൽ കോല് ചെറുതാണ്, വടി നീളമുള്ളതാണ്. വടിയാണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കേണ്ടത് പുതിയ നിയമ ശുശ്രൂഷയിൽ. എന്താണ് വടിയുടെ പ്രത്യേകത? ഈ ആടുകൾക്ക് വലുതാകട്ടെ ചെറുതാകട്ടെ എത്തിപ്പിടിപ്പാൻ കഴിയാത്തതായ വൃക്ഷലതാദികൾ, വൃക്ഷങ്ങൾ നിൽക്കുമ്പോൾ, പച്ചിലകൾ നിൽക്കുമ്പോൾ താഴെ നിന്ന് മേലേക്ക് നോക്കുന്നതായ സ്തോത്രം, ആ ആടിന് വയറ് നിറയത്തില്ല. നോക്കിയാൽ വയറ് നിറയത്തില്ല. എന്നാൽ ആ ആടിൻ്റെ വയറ് നിറയ്ക്കുവാൻ തൻ്റെ കയ്യിലുള്ള നീളമുള്ളതായ കോലിനെ എടുത്ത് ആ ഉയർന്നു നിൽക്കുന്നതായ വൃക്ഷത്തിൻ്റെ ചില്ലയെ ആടുകളോട് അതിൻ്റെ ചുണ്ടിനോട് ഇടയൻ അടിപ്പിച്ചു കൊടുക്കും. അതാണ് നല്ല ഇടയന്മാരുടെ പ്രത്യേകത. ഏതോ ഞായറാഴ്ച മാത്രം അന്തർവാഹിനി പോലെ പൊങ്ങി വന്ന് 1.5 മണിക്കൂർ കൊണ്ട് ബോംബിട്ട് പോകുന്ന ഫൈറ്റർ ജെറ്റ് അല്ല നല്ല ഇടയൻ. സ്തോത്രം. അവൻ എന്ത് ചെയ്യുന്നു? എല്ലാ സന്ധികളിലും ഞങ്ങൾ കടന്നു വരുന്നത് ആരോ ഞങ്ങളെ നിർബന്ധിച്ചത് കൊണ്ടോ, ആരോ കുറച്ച് ഭീഷണിപ്പെടുത്തി, മര്യാദയ്ക്ക് ചെയ്തോളാം, മര്യാദയ്ക്ക് പ്രസംഗിച്ചോളാം, ഇല്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, പകരം ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആരെങ്കിലും എന്തെങ്കിലും തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. സ്തോത്രം. അത് തന്നാലോട്ട് മേടിക്കത്തില്ല. എന്നാൽ അതേ സമയത്ത് പറയട്ടെ, ഒരു ഇടയൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു പാൻഡമിക് കണ്ടീഷനിൽ ജനം ഭയന്നിരിക്കുമ്പോൾ, ജനം ഭാരപ്പെട്ടിരിക്കുമ്പോൾ, പേപ്പർ വാർത്തകളും മറ്റും കണ്ട് ഈ ദിവസങ്ങൾ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ, സാരമില്ല, നമ്മോട് കൂടെയുള്ളവൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവജനത്തെ ആശ്വസിപ്പിപ്പാൻ തക്കണം ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ വടിക്കായി സ്തോത്രം. അഭിഷേകത്തിൻ്റെ നിയോഗമനുസരിച്ച് ഉയർന്നു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളെ ഈ കുഞ്ഞിലേക്ക് ഇതാ അടുപ്പിക്കുകയാണ്, ഈ ആടിലേക്ക് അടുപ്പിക്കുകയാണ്. അതിനർത്ഥം സ്തോത്രം, എനിക്കെത്താത്തതായ ശിഖരം ഉയരം നിൽക്കുന്നു, എൻ്റെ അടുക്കൽ അത് എത്തത്തില്ല, അത് ഉയർന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് ഇടയനെ നിന്റെ കോല് എനിക്ക് സഹായമാകുന്നത്. നടക്കേണ്ടതുള്ള വഴിയിൽ ഞാൻ നടക്കുവാൻ നിന്റെ കോല്, നിന്റെ അതെ സ്തോത്രം, കോല് എനിക്ക് സഹായമാകുന്നത്. ഉയർന്നു നിൽക്കുന്നതായ വൃക്ഷച്ചില്ലകൾ എൻ്റെ ചുണ്ടോടടുക്കുവാൻ നിന്റെ വടി എനിക്ക് സഹായമാകുന്നത്. കോല് എനിക്ക് ബാലശിക്ഷയും വടി എനിക്ക് ആഹാരത്തിനും അതെനിക്ക് സഹായമാണ്. കേട്ടിട്ടില്ല? അടുത്ത പദം ഇതാണ്, യഹോവ ഏസർ. യഹോവ ഏസർ. യഹോവ ഇരേ എന്ന് കേട്ടിട്ടുണ്ട്, യഹോവ ഷാലോം എന്ന് കേട്ടിട്ടുണ്ട്. യഹോവ ഏസർ, എബനീസറിന്റെ ഏസർ, EZER. യഹോവ ഏസർ എന്ന് പറഞ്ഞാൽ ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പ്, ദൈവം എൻ്റെ സഹായം. ദ ലോർഡ് ഈസ് മൈ ഹെൽപ്പ്, ദൈവം എൻ്റെ സഹായം, ദൈവം എൻ്റെ സഹായം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ എല്ലാവരും, ദൈവം എൻ്റെ സഹായം. എബ്രായർക്ക് ലേഖനം 13-ാം വാക്യത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. ദൈവം എൻ്റെ സഹായം. എബ്രായ പദത്തിൽ, എബ്രായ പദത്തിൽ ഹീബ്രുവിൽ ഈ എബ്രായർക്ക് ലേഖനം 13-ാം അധ്യായം 6-ാം വാക്യം എഴുതിയാൽ, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യമായി പറയാം. ഓ, എന്തോ പവർഫുൾ വേർഡ്. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് പതുക്കെ പറയാമെന്നല്ല, എന്ന് നമുക്ക് ധൈര്യമായി പറയാം. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും. അവിടെ കർത്താവ് എനിക്ക് തുണ എന്ന പദമാണ് യഹോവ ഏസർ. കർത്താവ് എനിക്ക് തുണ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എനിക്ക് ഏസർ ആയിരിക്കുന്നു, എനിക്ക് സഹായമായിരിക്കുന്നു. നിങ്ങൾക്ക് സഹായം വരുന്നത് ബന്ധുവിൽ നിന്നല്ല, സുഹൃത്തുക്കളിൽ നിന്നല്ല, വലിയ പണച്ചാക്കുകളിൽ നിന്നല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് നിങ്ങളുടെ ഏസർ, നിങ്ങളുടെ സഹായം ഇത് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം ഏതോ വ്യക്തികളിലൂടെ,
ഏതോ മാധ്യമങ്ങളിലൂടെ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വിച്ച് ഈസ് നോട്ട് ഗോയിങ് ടു ബി എ നാച്ചുറൽ ഹെൽപ്പ് ബട്ട് എ സൂപ്പർ നാച്ചുറൽ. ഒരു പ്രകൃത്യാതീതമായ സഹായം, ദൈവിക സഹായം നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും അടുത്തു നോക്കുമ്പോൾ 23-ാം സങ്കീർത്തനത്തിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കുമ്പോൾ, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അയ്യോ കർത്താവേ, അതെങ്ങനെ ശരിയാകും? ദാവീദ് വലിയൊരു യോദ്ധാവാണ്. പക്ഷേ ആ യോദ്ധാവാകുന്ന ദാവീദിനെ കൊണ്ട് ശത്രുക്കളെ ദൈവം അവൻ്റെ തലയെ അങ്ങ് വെട്ടിയില്ല. ഗോലിയാത്തിൻ്റെ തലയെ വെട്ടിയെടുത്തതുപോലെ ദാവീദിന് പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ളതായ വലുതും ചെറുതുമായ ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ചില ശത്രുക്കളെ ദാവീദ് കൊല്ലുവാൻ ദൈവം സമ്മതിച്ചില്ല. ചില ശത്രുക്കളെ കൊല്ലാതെ ദൈവം വച്ചു. കാര്യം എന്തെന്നറിയോ? അവർ ചത്താൽ പെട്ടെന്ന് വേദന അറിയാതെ അങ്ങ് പോയി. ചത്താൽ പിന്നെ വേദനയില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അവരെ ജീവനോടെ വെച്ചത് അവനൊരു മേശ ഒരുക്കാൻ വേണ്ടിയാണ്, ഒരു വിരുന്നൊരുക്കാൻ വേണ്ടിയാണ്. ദൈവം ഒരുക്കുന്ന പല മേശകളുണ്ട്. അതിലൊന്ന് ജയത്തിൻ്റെ മേശയാണ്. ഈ ജയത്തിൻ്റെ മേശ ദൈവം ഒരുക്കുന്നത് സൈബീരിയയിലോ സൗത്ത് ആഫ്രിക്കയിലോ അല്ല, നിന്റെ ശത്രുവിൻ്റെ മുൻപിലാണ് നിന്റെ ജയത്തിൻ്റെ മേശയെ ദൈവം ഒരുക്കുന്നത്. എവിടെയാണോ ശത്രു നിനക്കെതിരെ വാടകൊരുവാൻ ആയുധങ്ങളുമായി പാളയമിട്ടത്, അതേ സ്ഥലത്ത് അതേ ശത്രുക്കൾ കാണുകെ ഒരു വിക്ടറി പരേഡ് നൽകുന്നവനാണ് ദൈവം. ഞാൻ വീണ്ടും 2-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് പറയും. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വീഡിയോസിൽ ഒന്നാണ് 2-ാം ലോക മഹായുദ്ധത്തിൻ്റെ വീഡിയോ. നാസി ജർമ്മനിയെ സഖ്യകക്ഷികൾ പരാജയപ്പെടുത്തിയിട്ട് റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയതായ അതേ സഖ്യ സൈന്യം ബെർലിൻ്റെ തലസ്ഥാനത്തൂടെ മാർച്ച് ചെയ്യുന്ന ഒരു മാർച്ചുണ്ട്. കാണേണ്ടതാണ്. യൂട്യൂബിൽ കിടപ്പുണ്ട്, കാണണം. അയ്യോ, ജർമ്മൻ പട്ടാളവും ജർമ്മൻ ജനതയും നാണം കെട്ട് തലകുനിച്ച് ലജ്ജിച്ച് പേപ്പർ പോലെ വെളുത്ത് തലയും കുനിച്ച് നിൽക്കുകയാണ്. എന്നാൽ ജയിച്ച സൈന്യം തല ഉയർത്തി ഇതാ മാർച്ച് ചെയ്യുകയാണ്. ഇതാണ് ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. നിങ്ങൾ സുവിശേഷ വേല ചെയ്യുമ്പോൾ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, നിങ്ങളുടെ മക്കൾ വളരുമ്പോൾ, നിങ്ങളുടെ മക്കൾക്ക് ആരോഗ്യം വരുമ്പോൾ, എക്സെട്രാ ഭൗതികത്തിലും ആത്മീയത്തിലും ശത്രുവിൻ്റെ തല കുനിയുകയാണ്. അവൻ പഠിച്ച പണിയെല്ലാം നോക്കി നിന്നെ തകർക്കാൻ നടന്നില്ല. ശത്രുക്കളുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി മേശ ഒരുക്കിയിരിക്കുന്നു. അവിടെ മുൻപിൽ തന്നെ, അതേ അയൽവാസികളുടെ മുൻപിൽ, അതേ പരിഹസിച്ചവരുടെ നടുവിൽ, നീ തട്ടിപ്പോകുമെന്ന് പറഞ്ഞവരുടെ മുൻപിൽ, നിനക്ക് നേരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുടെ നടുവിൽ ദൈവമിതാ സ്തോത്രം ജയത്തിൻ്റെ മേശ ഒരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് ജയത്തിൻ്റെ മേശ ഒരുക്കുന്നു. അവിടെയാണ് യഹോവ എന്ന ടൈറ്റിലുള്ള 2-ാമത്തെ പദം വരുന്നത്. മറ്റൊരു പദം വരുന്നത് യഹോവ നിസി. യഹോവ നിസി, യഹോവ നിസി എന്ന് എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം. പിന്നിൽ നിന്ന് അമാലേക്കൻ മോശയുടെ സഭയെ ആക്രമിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ ആക്രമിക്കുമ്പോൾ, ആ പിന്നിൽ നിന്ന് ആക്രമിച്ച അമാലേക്യ ശക്തിയെ അമ്പേ എന്നേക്കുമായി പരാജയപ്പെടുത്തി. ആ ഘട്ടത്തിൽ പരാജയപ്പെടുത്തിയിട്ട് മോശ ഒരു യാഗപീഠം പണിത് അതിനൊരു പേരിട്ടു. അതിൻ്റെ പേരാണ് യഹോവ നിസി. യഹോവ എൻ്റെ ജയക്കൊടി. യേശു എൻ്റെ ജയക്കൊടി. പറഞ്ഞാട്ടെ, യേശു എൻ്റെ ജയക്കൊടി. യേശു എൻ്റെ ജയക്കൊടി. അതിനെ താഴ്ത്തുവാൻ, എന്നെ താഴ്ത്തിക്കെട്ടുവാൻ ആർക്കും കഴിയത്തില്ല. യേശു എൻ്റെ ജയക്കൊടി. എനിക്ക് നേരെ കോടിയവരെ, എനിക്ക് നേരെ പ്രശ്നമുണ്ടാക്കിയവരെ, വാടകോരിയവരെ മിണ്ടാതാക്കി ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന എൻ്റെ കർത്താവ് ദൈവം എൻ്റെ ജയത്തിൻ്റെ കൊടി. 23-ാം സങ്കീർത്തനത്തിൽ വീണ്ടും വന്നാട്ടെ, എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു. പിന്നെ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആട് പറയുകയാണ്, എൻ്റെ ഇടയൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സ്തോത്രം. എന്തിനാണ് ഈ അഭിഷേകത്തിൻ്റെ തൈലം ആടിൻ്റെ തലയിൽ തേക്കുന്നത്? മരുഭൂമിയിലൂടെ ആട് പോകുമ്പോൾ പല ഈച്ചകൾ, വണ്ട്, ഇതുപോലെയുള്ളതായ ചില പ്രത്യേക കീടങ്ങൾ അല്ലെങ്കിൽ പ്രാണികൾ അതിൻ്റെ തലയിൽ തട്ടി, എൻ്റെ തലയിൽ കൂടുവെച്ച്, എൻ്റെ തലയിൽ ഇങ്ങനെ മുട്ടി, തലയിലിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി അതിനെ ഇങ്ങനെ ശല്യപ്പെടുത്താറുണ്ട്. ചിലതെല്ലാം ഇങ്ങനെ മുട്ട ഇട്ട്, ചിലതെല്ലാം ഇങ്ങനെ കുത്തി
ആ തലയിലൊക്കെ വ്രണങ്ങളുണ്ടാകും. ആടിൻ്റെ തലയിൽ വ്രണമുണ്ടാകും, പുണ്ണുണ്ടാകും. അതിലെല്ലാം സ്തോത്രം. ആടിന് ഭയങ്കര അസ്വസ്ഥതയാണ്. നിങ്ങൾക്ക് പ്രശ്നം പേഴ്സിലല്ല, നിങ്ങളുടെ തലയിലാണ്, നിങ്ങളുടെ മനസ്സിലാണ് പ്രശ്നം. നിങ്ങളുടെ മനസ്സിൽ വ്യാകുലതയിട്ട്, നിരാശയിട്ട്, നിങ്ങളുടെ മനസ്സിന് സ്തോത്രം ടെൻഷൻ തന്ന്, പെയിൻ തന്ന്, വറീസ് നൽകി, നാളെയെക്കുറിച്ചുള്ള ചിന്താഭാരം നൽകി, നിങ്ങളുടെ മനസ്സിനെ പിശാച് കൺഫ്യൂസ് ചെയ്യിപ്പാൻ, തകർക്കുവാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം തലയിൽ എന്താ ഇരിക്കേണ്ടത്? മുടിയല്ല തലയിലിരിക്കേണ്ടത്, ഏതോ എണ്ണയല്ല തലയിലിരിക്കേണ്ടത്, അഭിഷേക തൈലമാണ് തലയിലിരിക്കേണ്ടത്. നിങ്ങളുടെ തലയിലിരിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. എൻ്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ അഭിഷേകം വിശുദ്ധ അഭിഷേകമാണ്. വിശുദ്ധ അഭിഷേകം. ഒരു ഈച്ചയ്ക്കും ഒരു കൊതുകിനും ഒരു പ്രാണിക്കും സ്തോത്രം അഭിഷേക തൈലം അഥവാ എണ്ണയുള്ള ആടിൻ്റെ തലയെ തൊടുവാൻ കഴിയത്തില്ല. നിങ്ങൾ അഭിഷേകത്തിൽ ചിന്തിക്കുകയും അഭിഷേകത്തിൽ ധ്യാനിക്കുകയും അഭിഷേകത്തിൽ നിരൂപിക്കുകയും ചെയ്യുന്നവരെങ്കിൽ ഒരു നിരാശയ്ക്കും ഒരു വറീസിനും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ മുഴുവനായ ആളത്വപരമായ സംരക്ഷണം നിങ്ങളുടെ മനസ്സിൽ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ മനസ്സായി നിങ്ങളുടെ മനസ്സ് തീരുമാറാകട്ടെ. ആ വിശുദ്ധ അഭിഷേകം നിങ്ങളുടെ തലയിലിരിക്കട്ടെ. പുരോഹിതന്മാർ നോക്കി മോശെ പ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ വിശുദ്ധ അഭിഷേകം നിങ്ങളുടെ തലമേലുണ്ട്. പുതിയ നിയമ സഭയെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരാണ്. നിങ്ങളുടെ തലയിലും വിശുദ്ധ അഭിഷേകമുണ്ട്. നിങ്ങളുടെ തലയിൽ വിശുദ്ധ അഭിഷേകം ഉണ്ട്. അതാണ് ദൈവത്തിൻ്റെ മറ്റൊരു പേര്, യഹോവ മക്കദേഷ്. യഹോവ മക്കദേഷ്. യഹോവ മക്കദേഷ് എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? ദ ലോർഡ് ഹൂ സാങ്ക്ടിഫയർ എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ വിശുദ്ധനായ ദൈവം. ലേവ്യാപുസ്തകം 20-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ലേവ്യാപുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിപ്പിൻ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. അടുത്ത പദം, എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പിൻ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. യഹോവ മക്കദേഷ് എന്നർത്ഥം. ഐ ആം ജഹോവ ഹൂ സാങ്ക്ടിഫൈസ് യു. അതെ, സ്തോത്രം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ. ശുദ്ധീകരണ വിശുദ്ധനായ ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ തലമേലിരിക്കട്ടെ. എല്ലാ ചാഴിയും പുഴുവും വണ്ടും ഈച്ചയും കൊതുകും ആ ആടിൽ നിന്ന് അകന്നിരിക്കട്ടെ. കാരണം തലയിൽ അഭിഷേകമുണ്ട്. ഈ ദൂത് കേൾക്കുന്ന എല്ലാ സഹോദരനിൽ നിന്ന്, എല്ലാ സഹോദരികളിൽ നിന്ന് ശത്രുവിൻ്റെ സകല ആയുധങ്ങൾ, കൺഫ്യൂഷൻ, നിരാശകൾ, ഭാരങ്ങൾ, അനാവശ്യമായ ദുഃഖങ്ങൾ അകന്നു നിൽക്കട്ടെ. കാരണം വിശുദ്ധനായ ദൈവത്തിൻ്റെ അഭിഷേകം അവിടെ മേൽ ഉണ്ട്. സ്തോത്രം. 23-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ 2-ാം ഭാഗം പറയുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. പിന്നെ എൻ്റെ പാനപാത്രം വക്കോളം നിൽക്കുന്നു എന്നല്ല, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ബാക്കിയുള്ള എല്ലാവർക്കും മാസക്കടശിയാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. മാസത്തിൽ 25-ാം തീയതി കഴിയുമ്പോൾ കടം വാങ്ങുന്നവരുമുണ്ട്. എല്ലാ ആഴ്ചയുടെയോ അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. എല്ലാ മാസത്തിലും ബാങ്കിന് ഇവർക്ക് ഒക്കെ ലോൺ കൊടുത്ത് ലോണിന് പൈസ അടച്ച് ജീവിക്കുന്നവരുണ്ട്. പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു മാസം ജോലിയില്ലെങ്കിൽ എന്തായിത്തീരുമെന്ന് വ്യാകുലപ്പെടുന്നവരുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും ഇന്ന് രാത്രി ഒരു ദൂത് കടന്നു വരികയാണ്. നിന്റെ പാനപാത്രം വക്കോളമല്ല നിൽക്കുന്നത്, നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുവാൻ പോകുന്നു. പ്രവചനാത്മാവിൽ ഞാൻ പറയട്ടെ, ആ ഓവർഫ്ലോയിൽ നീയും നിന്റെ തലമുറയും ജീവിപ്പാൻ പോകുന്നു. നിന്റെ വക്കോളം നിറഞ്ഞു നിൽക്കുന്ന ആ ഡൗൺ പേയ്മെൻറ്റിലല്ല നീ ജീവിക്കുന്നത്. ആർ ഫോളോയിങ്? അതിൻ്റെ ഓവർഫ്ലോയിലാണ് നീ ജീവിക്കുന്നത്. എല്ലാ മാസവും നീ മിച്ചമെടുക്കുവാൻ പോകുകയാണ്. ഏതോ വ്യക്തികൾ അല്പം പ്രോസ്പെരിറ്റി ആണ് എന്ന് പറഞ്ഞാലും അങ്ങനെയാണെന്ന് വെച്ചോ. പുസ്തകം പറയുന്നു, എൻ്റെ പാനപാത്രം വക്കോളം നിറയുന്നു എന്നല്ല, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. കാരണം എൻ്റെ മുൻപേ പോകുന്നവൻ ഏതോ ചിട്ടിക്കമ്പനിക്കാരനല്ല, നല്ല ഇടയനാകുന്ന യേശു എൻ്റെ പിന്നാലെ പോകുന്നു. അവന് കമ്മി ബഡ്ജറ്റ് അല്ല ഉള്ളത്. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. അവിടെ കർത്താവിൻ്റെ വേറൊരു പേര് കടന്നു വരുന്നു, യഹോവ മന. MANAH. യഹോവ മന. അതെവിടെ എഴുതിയിരിക്കുന്നു? സങ്കീർത്തനം
16:5. സങ്കീർത്തനം 16:5. യഹോവ മന. യഹോവ മന. മറ്റേ മന്നയല്ല, മന, MANAH, മന്ന. എന്താണ് സങ്കീർത്തനം 16:5 യഹോവ മന്ന എന്ന് പറയുന്നത്? മന എന്ന് പറയുന്നത് എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അതാണ് അർത്ഥം. എൻ്റെ ഓഹരിയാണ് എൻ്റെ കർത്താവ്, എൻ്റെ പങ്കാണ് എൻ്റെ കർത്താവ്. എൻ്റെ ഓഹരിയെ പരിപാലിക്കുന്നവനാണ് യഹോവ മന. എന്താണ് നിന്റെ ഓഹരി? നിന്റെ ഓഹരി എന്ന് പറയുന്ന നാട്ടുകാരെ പോലെയല്ല, ദൈവമില്ലാത്തവരെ പോലെയല്ല. അവർക്ക് മാക്സിമം വന്നാൽ വാക്കോളം നിൽക്കുന്നു. പക്ഷേ ദൈവം നിന്റെ മന ആയി തീർന്നാൽ, ദൈവം നിന്റെ ഓഹരിയായി തീർന്നാൽ, നിന്റെ പാനപാത്രം വക്കോളമല്ല നിൽക്കുന്നത്, അത് നിറഞ്ഞ് കവിയുന്നു. ഞാൻ ആവർത്തിച്ച് ക്രൈസ്തൻ്റെ നോക്കി പറയുന്നു, നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. നിന്റെ മാർക്ക് ലിസ്റ്റ് നിറഞ്ഞ് കവിയുന്നു. നിന്റെ ധനം നിറഞ്ഞ് കവിയുന്നു. നിന്റെ ശമ്പളം, നിന്റെ അലമാരം നിറഞ്ഞ് കവിയുന്നു. നിന്റെ ആരോഗ്യത്തിൽ നിറഞ്ഞ് കവിയുന്നു. നിന്റെ വരുമാനത്തിൽ നിറഞ്ഞ് കവിയുന്നു. വക്കോളമല്ല നീ നിൽക്കുന്നത്. That season is over. ലോകം മുഴുവൻ ഉലയുന്ന ഈ സമയത്ത് സ്തോത്രം, 23-ാം സങ്കീർത്തനത്തിലെ കർത്താവിൻ്റെ സ്തോത്രം ഏറ്റവും അവസാനത്തിൽ നിന്ന് രണ്ടാമത്തെ പേരാണ്. ഇനി ഒരു പേരൂടെയുള്ളൂ. സ്തോത്രം, യഹോവ മന. കഴിഞ്ഞു. ഇനി അവസാനത്തെ ഒരു പേരൂടെ ഞാൻ പറയട്ടെ. അവസാനം 6-ാം വാക്യത്തിൽ പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. 16-ാം സങ്കീർത്തനത്തിൽ തന്നെ ഉള്ളതായ ഒരു പേരാണ് അത്. സ്തോത്രം, അത് എൻ്റെ അവകാശമാണ് കർത്താവ്, എൻ്റെ അവകാശം. 16-ാം സങ്കീർത്തൻ്റെ വാക്യം ഞാൻ പറയട്ടെ. സ്തോത്രം, എൻ്റെ അവകാശം. 16:5. അതെ, എൻ്റെ അവകാശം, എൻ്റെ പങ്കാണ് കർത്താവ് എന്ന് പറയുന്നത് യഹോവ മന. എന്നാൽ എൻ്റെ അവകാശം എന്ന് പറയുന്നത് യഹോവ ചെലക്, CHELEQ, യഹോവ ചെലക്. യഹോവ ചെലക് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ അവകാശം, എൻ്റെ ഇൻഹെറിറ്റൻസ്. യഹോവ ചെലക് എന്ന് പറഞ്ഞാൽ എൻ്റെ അവകാശം. ദൈവം നിൻ്റെ ജീവിതത്തിൽ അവകാശമായി തീർന്നാൽ, ദൈവം നിൻ്റെ ജീവിതത്തിൽ അവകാശമായി തീർന്നാൽ എത്ര നാളേക്കാണ്? ചില ദിവസത്തേക്കോ ദൈവം നിൻ്റെ അവകാശം? അങ്ങനെയാണോ പറയുന്നത്? ദൈവം നിൻ്റെ അവകാശമായി എന്ന് പറഞ്ഞാൽ പെൻഷൻ പറ്റുന്നവരെയാണോ? ദൈവം നിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ. കാരണം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. യഹോവ ചെലക്, എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുകയാണ്. സഹോദരി സഹോദരന്മാരെ, ഈ നല്ല ദിവസങ്ങളിൽ ദൈവമാണ് നിങ്ങളുടെ അവകാശമായിരിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, 23-ാം സങ്കീർത്തനത്തിലെ ദൈവത്തിൻ്റെ പേരുകൾ. അവൻ നിൻ്റെ യജമാനനാണ്, അവൻ നിൻ്റെ ഇടയനാണ്, അവൻ നിനക്കായി കരുതുന്നവനാണ്, അവൻ സമാധാനമാണ്, ഷാലോ, അവൻ റാഫ, അവൻ സൗഖ്യദായകനാണ്, അവൻ തിസ്കനു, അവൻ നീതിയാണ്. ദൈവം നിൻ്റെ ഏസർ, നിൻ്റെ സഹായകനാണ്. ദൈവം നിൻ്റെ ജയത്തിൻ്റെ കൊടിയാണ്. ദൈവം നിന്നെ ശുദ്ധീകരിക്കുന്ന മഖദേശാണ്. ദൈവം നിൻ്റെ മന, ദൈവം നിൻ്റെ അത് ഓഹരിയാണ്. ദൈവം നിൻ്റെ ചെലക് അഥവാ ദൈവം നിൻ്റെ സ്തോത്രം അത് ഇൻഹെറിറ്റൻസ് ആണ്, അവകാശമാണ്. അയ്യോ ബ്രദർ, ഇതിൽ ഏതൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്, ഏതൊക്കെയാണ് ഞാൻ എഴുതുന്നത്, ഏതൊക്കെയാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, യഹോവ ഇരേ, യഹോവ ഷമലോം, യഹോവ ചെലക്, യഹോവ മന, പുതിയ ചില പേരുകൾ കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചല്ലോ. ഇതിൽ ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈസിയായി അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിട്ടാൽ സകല പേരുകളും അടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ പേര് മാത്രമല്ല, ബാക്കിയുള്ള സകല പേരുകളും കർത്താവ് യേശുവിൽ അടങ്ങിയിരിക്കുന്നു. എലോഹീം, അവൻ സൃഷ്ടാവാം ദൈവം. സോ ഏത് പേര് പഴയ നിയമത്തിൽ നിങ്ങൾ കാണുന്നുവെങ്കിലും യേശു എന്ന പേരിൽ അവൻ വെളിപ്പെട്ടു. മത്തായി 1:23, He shall call his name Jesus. അവന് യേശു എന്ന് പേരിടണം. അതേ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിനായി സ്തോത്രം. ജീവിതത്തിൽ ഞെരുങ്ങുമ്പോൾ അവൻ ഇരയാണ്.
ജീവിതത്തിൽ ബലഹീനതകളും രോഗങ്ങൾ വരുമ്പോൾ അവൻ റാഫയായി വെളിപ്പെടും. ജീവിതത്തിൽ പോരാട്ടം വരുമ്പോൾ അവൻ യഹോവ നിസ്സിയായി വെളിപ്പെടും. ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടക്കുമ്പോൾ അവൻ മക്കദേശ് ആയി വെളിപ്പെടും. ജീവിതത്തിൽ സഹായം ആവശ്യമുള്ള കാലങ്ങളിൽ, സമയങ്ങളിൽ അവൻ യഹോവ ഏസ്രായി വെളിപ്പെടും. ഇന്നെന്താണോ നിനക്ക് ആവശ്യം, വിളിക്ക്. Call upon his name. സകല നാമത്തിന് മേലായി യേശുവിന്റെ നാമത്തെ വിളിച്ചു പറഞ്ഞാട്ടെ. രണ്ട് കരങ്ങളെ ഉയർത്തി, കമാൻ യേശുവേ സഹായിക്കണമേ. അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യം, അങ്ങയുടെ സഹായം എനിക്ക് ആവശ്യം. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. You sing. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരുക്കിയിടുമാവനഖിലം. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരുക്കിയിടുമാവനഖിലം. കൃപയരുളിടുമേ, ബലമണിക്കുമേ, മധുരമായി മാറ്റിയിടുമേ. കൃപയരുളിടുമേ, ബലമണിക്കുമേ, മധുരമായി മാറ്റിയിടുമേ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യഹോവയീരേ, നാഥാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ, കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ, കൂടെയിരിക്കും, നൽകുമെൻ
മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറത്ത് അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുട് താഴ്വരയിലൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വാടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവേ, അങ്ങയുടെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠം ആയിരിക്കുന്നു. അങ്ങയുടെ നാമം ബലമുള്ള ഗോപുരം. നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് ഈ പാൻഡമിക് കണ്ടീഷനിലും അഭയം പ്രാപിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ.